ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ പരിപാടി കൊച്ചി. അതെ ഗായ്സ്, ഞങ്ങളൊന്ന് കൊച്ചി വരെ പോവാണ്. അവിടെ ഒരു സീ ഫുഡ് റെസ്റ്റോറന്റില് പ്രൊമോഷൻ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങളെല്ലാം സെറ്റ് ആണ്. ആന്റി ഉണ്ട്, അപ്പൊ എല്ലാരും കൂടെ പോകാനാണ് പ്ലാൻ. അപ്പൊ ബാക്കി വീഡിയോയിൽ കാണാം. അപ്പൊ ഇതാണ് നമ്മുടെ റെസ്റ്റോറന്റ്. ഇവിടെ മെയിനായിട്ട് സീ ഫുഡ് ഐറ്റംസ് ആണ് ഇവര് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഫ്രണ്ടിൽ തന്നെ ഫ്രഷ് ജ്യൂസ്, ഒരു ചെറിയൊരു കഫേ പോലെ പഴംപൊരി കടികൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഗൈസ്, അപ്പോൾ ഇതാണ് റെസ്റ്റോറൻറ്റ്. നമുക്ക് താഴെയും ഇരിക്കാം, മേലെ ഇതുപോലെ ഒരു AC ഹോളുണ്ട്. അടിപൊളിയാണ്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത ഫുള്ള് സീ ഫുഡ് ഐറ്റംസ് ആണ് ഇവർ കൊടുക്കുന്നത്. നല്ല ചൂട് ചോറും നല്ല മീൻ വറുത്തതും മീൻ കറികളും ഒക്കെയാണ് ഇവർ കൊടുക്കുന്നത്. അത് കാണിച്ചു തരാം. അപ്പോൾ പനമ്പള്ളി നഗർ വഴി ആരെങ്കിലും പോവുകയാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഈ കടയിലൊന്ന് കയറണം, കാരണം അത്ര അടിപൊളിയാണ്. പേര് മറക്കരുത്, മഹാരാജ റെസ്റ്റോറൻറ്റ്. ഗൂഗിൾ അടിച്ചു നോക്കിയാൽ കിട്ടും, മഹാരാജ. ഗായ്സ്, അപ്പോ 12 മണി ഫിഷ് ഐറ്റംസ് ആണ് ഇവര് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കഴിച്ചു നോക്കാം അല്ലെ? ബാക്കി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം, എന്നിട്ട് പറയാം. അതെ, വീഡിയോയിൽ കാണാം. ഗായ്സ്, അപ്പൊ ഇതാണ് ഇവിടുത്തെ മെനു കാർഡ്. ഇവിടെ ഷാർജ സ്പെഷ്യൽ ഡ്രീം കേക്ക് ഒക്കെ ഉണ്ട്. പിന്നെ മെയിനായിട്ട് മീൽസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്, സാൻഡ്വിച്ച് എല്ലാം അവൈലബിൾ ആണ്. പക്ഷെ ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ട്. ലഞ്ച് മീൽസ് 90 രൂപയുള്ളൂ. പിന്നെ ബിരിയാണി മീൽസിന് ഇഷ്ടം പോലെ മീനുണ്ട്. പിന്നെ സൂപ്പ്, ഡിന്നർ ഇതൊക്കെ. പിന്നെ ഡിന്നർ ഐറ്റംസ് ഇവര് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ലഞ്ചും ഡിന്നറുമാണ്. ഗൈസ്, നല്ല മത്തി ഇവിടെ വറുത്തോണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് കാരി ഫ്രൈ ആണ് ഇവിടെ വറുത്തോണ്ടിരിക്കുന്നത്. ഇത് വരാല്. അത് മത്തിയൊക്കെ ഭയങ്കര ഇപ്പൊ ഇട്ടിട്ടേ ഉള്ളൂ. നമ്മള് ഏതാ കറി? ഇത് വരാൽ. വരാലാണ്. കാണുമ്പോ കഴിക്കാൻ തോന്നുന്നുണ്ടോ? നന്നായി കഴിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷെ നമ്മള് വീഡിയോ ഞാൻ രാവിലെ നേരത്തെ വന്നല്ലേ, അതുകൊണ്ട് ഒരു ഹായ് പറയോ പോയി. അവർക്കൊക്കെ ഇവിടെ വേറെയും കുറെ ഐറ്റംസ് ഉണ്ട്. ഇത് കലാഞ്ചി കാളാഞ്ചി കാളാഞ്ചി വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ എല്ലാം ലൈവായിട്ട് ഫ്രണ്ടിൽ തന്നെയാണ് ഇവര് വറുത്തോണ്ടിരിക്കുന്നത്. അല്ലേ അമലു? എല്ലാം ലൈവാണ്. നമുക്ക് വേണ്ട ഫിഷ് പറഞ്ഞാൽ ഇനിയും ഉണ്ടോ? ഇത് ഞണ്ടാണ്. ഓ മൈ ഗോഡ്. അങ്ങനെ അത് നോക്ക്, സൂപ്പർ ആയിട്ടില്ലേ കാണാൻ. സത്യം. നീ ഞണ്ട് കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടുണ്ട്. അതെയാ, നല്ല രസമുണ്ടല്ലേ ഗൈസ്. നമ്മൾ നേരത്തെ കണ്ടത് കാളാഞ്ചി ഫ്രൈ ആണ്. ഇത് കാളാഞ്ചിയുടെ കറി. എന്താ ഗ്രേവി കളറില്ലേ, കാണുമ്പോ തന്നെ കഴിക്കാൻ തോന്നില്ല. അതെ, നല്ല മണവും. കാളാഞ്ചി ഫ്രൈ ചെയ്തോണ്ടിരിക്കുകയാണ് ഗൈസ്. അവര് അതെല്ലാം റാപ്പ് ചെയ്ത് വെക്കുകയാണ്. ഇതെല്ലാം ഡിസ്പ്ലേ ഒക്കെയാണ്. അപ്പൊ ഇത് നോക്കിയിട്ട് ഇവർക്ക് ചൂസ് ചെയ്യാം ഏതാ കഴിക്കേണ്ടതെന്ന്. ഗൈസ്, അപ്പൊ ഇത് കാളാഞ്ചിയുടെ തലയാണ്. ഇവിടെ കറിയാണത്. കാളാഞ്ചി തലക്കറിയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗൈസ്. വരാൽ, ഇതാണ് ഒരു പോർഷൻ. വരാൽ മുളകിട്ടത്. അതെ, ഒരു പോർഷൻ ആയിട്ടാണ് സെർവ് ചെയ്യുന്നത്. അതെ, കാണുമ്പോ തന്നെ കഴിക്കാൻ തോന്നുന്നു ഗൈസ്. കൊഞ്ച് അടിപൊളിയായിട്ട് വറുത്തോണ്ടിരിക്കുന്നുണ്ട്. ഇത് മോദ ഫ്രൈ ആണ്. മോദ ഫ്രൈ ഒന്നും കണ്ടിട്ട് തിരിച്ചറിയുന്നില്ല അല്ലെ? ഇവരെങ്ങനെ ഐഡന്റിഫൈ ചെയ്യും ഇങ്ങനത്തെ ഐറ്റംസ് കണ്ടുപിടിക്കുന്നു? എന്തായാലും നല്ല പ്രസന്റേഷൻ ആണ്.
യെസ്, നല്ല സ്മെല്ലും ഉണ്ട് അല്ലേ? നമുക്കത് കഴിച്ചു നോക്കിയിട്ട് അതിന്റെ റിവ്യൂ പറയാം. ബാക്കി നമുക്ക് കഴിച്ചു നോക്കിയിട്ട് പറയാം. കയറി വരുമ്പോ തന്നെ നമ്മുടെ കടയുടെ മുന്നിൽ ഇതുപോലെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് വേണ്ടത് നോക്കിയിട്ട് ചൂസ് ചെയ്തിട്ട് അത് ഓർഡർ ചെയ്തിട്ട് കഴിക്കാം. നല്ല കൊഞ്ച് വറുത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഗായ്സ്, അങ്ങനെ ഞങ്ങൾക്ക് ഫുഡ് വന്നു. ഇത് രണ്ടും ഫിഷ് കറി മീൽസ്, ഇതും പിന്നെ അത് വെജ്, അത് അമ്മയ്ക്കാണ്. അപ്പോൾ ബാക്കി ഐറ്റംസ് വരുന്നേ ഉള്ളൂ. ഗായ്സ്, വിളിക്കാണ്ട ഒരുത്തി വന്നിട്ടുണ്ട്. എന്തിനാ വന്നത്? നിനക്ക് മീനൊന്നും ഇഷ്ടമല്ലല്ലോ, പിന്നെ എന്തിനാ വന്നത്? ഓ, ക്യൂട്ട് എക്സ്പ്രഷൻ ഇട്ടുണ്ട്. ഗൈസ്, അമ്മ കഴിക്കാൻ തുടങ്ങി. അമ്മ കഴിച്ചിട്ട് എങ്ങനെയുണ്ട് പറയണം. എങ്ങനെയുണ്ട്? സാമ്പാർ നന്നായിട്ടുണ്ട്, കുഴപ്പമില്ല. നല്ല ചൂട് ചോറ്, സാമ്പാർ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി മോര് കൂട്ടാനാണ് തോന്നുന്നത്. മോര് കാച്ചിയത്, പപ്പടം, ചീര ഉപ്പേരി, ചീരയും ചെറുപയറും കൂടെ ഉപ്പേരി, അച്ചാറ്, സലാഡ്. ഗായ്സ്, അപ്പോൾ ഫുഡ് ഐറ്റംസ് ഇവിടെ എത്തിയിട്ടുണ്ട്. കൊഞ്ച്, ചെമ്മീൻ, ഇതിന്റെ പേരെന്തായിരുന്നു? താഴ്ന്നെല്ലാം പഠിച്ചതായി അതൊന്നുമല്ല അല്ല. ഇതൊരു ഐറ്റം, ഇത് കൂന്തൽ. ആ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കൊഞ്ച്. ഈ പെണ്ണിനെ എന്തിനു വിളിച്ച്? അപ്പോ ഐറ്റംസ് കൊണ്ട് ടേബിൾ നിറഞ്ഞു. ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. അമലും, ഓ, ഫുഡൊക്കെ കണ്ടിട്ട് എന്താ പറയാനുള്ളത്? ഫുഡ് എല്ലാം ഒന്ന് കഴിക്കണം. വീഡിയോ ഒക്കെ ഒന്ന് ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിക്കാൻ വേണ്ട. അടിപൊളി പ്രസന്റേഷൻ എല്ലാം ചെയ്തിട്ടുണ്ടല്ലേ? യെസ്, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അപ്പൊ ബാക്കി നമുക്ക് കഴിച്ചു നോക്കാം അല്ലേ? യെസ്, ഓക്കെ, കഴിക്കാൻ തുടങ്ങാം കേട്ടോ. ഗൈസ്, അപ്പൊ നമുക്ക് ഊണ് കഴിക്കാൻ തുടങ്ങാം അല്ലേ? അമലു, എങ്ങനെയുണ്ട്? ഞാൻ തുടങ്ങി, അടിപൊളിയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. എന്താ കഴിക്കണമെന്ന് കൺഫ്യൂഷനാണ്. അതെ അതെ, പിന്നല്ലാണ്ട് പറയണ്ടേ, എന്നാ ഞാൻ കുറച്ചുകൂടി വൃത്തിയിലിരിക്കില്ലേ? അതെന്നെ കാണുമായിരുന്നു. വരുന്നില്ല. മേക്കപ്പ് ചെയ്യാൻ ഞാൻ മറന്നു. മീൻ എങ്ങനെയുണ്ട്? അമ്മ വെച്ചാണ്. ക്യൂട്ട് എക്സ്പ്രഷൻ കഴിക്ക് കഴിക്ക്. ഏതാ ട്രൈ ചെയ്യാം? വിറ്റിട്ട് വരണ്ട. തല മൂന്ന് സാധനം എന്താ പറയാനുള്ളത്? ഇന്നത്തെ ഐറ്റംസ് ഒന്നും ഒരു രക്ഷയില്ല.
എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അതെ, പനമ്പള്ളി നഗറിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ ഫുഡ് സ്പോട്ട് റെസ്റ്റോറൻറ്റ്. കുറച്ചുകൂടി മതി മതി. കുറച്ച് മീൻ കറി എങ്ങനെയുണ്ടാ മലു? മീൻകറിയൊക്കെ അങ്ങനെ നമ്മളത് കഴിക്കുമ്പോൾ അങ്ങനെ അലിഞ്ഞു പോകണം. കുറെ സാമ്പാറുണ്ട്, സാമ്പാർ കഴിച്ചു നോക്കി. ഇവിടെ സാമ്പാറും ഉണ്ട്. സാമ്പാർ എടുത്ത് കുഴച്ചിട്ട് ഈ വറുത്ത മീന് പപ്പടവും ഉണ്ട് കുറച്ച് എടുക്കുക, എന്നിട്ട് പപ്പടം ഉണ്ട്, പപ്പടം എടുക്കുക. അതല്ലേ എടുക്കാം. എന്നിട്ട് ഇങ്ങനെ കുഴച്ചിട്ട് അതിൽ വെള്ളം പേരുണ്ടാവും എനിക്കറിയാം, പക്ഷെ ക്ഷമിക്കണം. നന്നായിട്ടുണ്ട്. അടിപൊളി. സാമ്പാർ ടേസ്റ്റ് ചെയ്തു. ഇനി കുറച്ച് മീൻകറി വയ്ക്കാം. മീൻകറി ഇങ്ങനെ ചൂട് ചോറിൻ്റെ കൂടെ കുഴച്ച് ഇതിൻ്റെ കൂടെ ഇതാ ഈ മീൻ എടുക്കാം. മീൻകറിയോ കഴിക്കാം. ഇതും എല്ലാം മൈക്കിൽ റെക്കോർഡാണ്. കുറച്ച് പപ്പടവും എടുത്തൊരു കുഴച്ചിട്ട് ഇതെടുക്കുന്നു. അടിപൊളി. അയ്യോ എന്താ കുറെ ഐറ്റംസ് ഉള്ളതുകൊണ്ട് ഇവിടെ നമ്മളാകെ ഞണ്ട് കൺഫ്യൂസ് ആണ്. നല്ല മസാലയൊക്കെ ഇട്ട് ഗ്രേവി എങ്ങനെയുണ്ട്? വേറെ ലെവലിൽ. ഇത് കഴിക്കണമെങ്കിൽ സ്പെഷ്യൽ ഒരു കഴിവ് വേണം. അടിപൊളി. കഴിക്കണേ. ബ്രോ നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു ടാസ്ക്കാണ്, പക്ഷേ കഴിക്കും. നൈസാണ്, കഴിക്കും. ഞണ്ട് എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ കഴിക്കേണ്ടത്. അതെ, ഇങ്ങനെ ഓപ്പൺ ചെയ്ത് അടിപൊളി. ചെമ്മീൻ കഴിക്കടാ, എടുത്തോ. ചെമ്മീനോ രക്ഷയില്ല. അത് അവസാനം ഇവിടെ എടുക്കാൻ വേണ്ടി പറഞ്ഞോ, നമ്മുടെ സ്ഥലമില്ലാത്തോണ്ട് വെക്കുന്നു. അടിപൊളി മീൻ. അതിലൊക്കെ വെള്ളം വരും, കുഴപ്പമില്ല, കഴിച്ചോ. അല്ല ഞാൻ കഴിക്കട്ടെ. സബ്സ്ക്രൈബേഴ്സ് നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. അപ്പൊ ഞങ്ങള് ഫുഡ് കഴിച്ചു കഴിഞ്ഞു. വയറ് നിറഞ്ഞു, വയറ് പൊട്ടാറായിട്ടും ഐറ്റംസ് ഞങ്ങള് കഴിച്ചിട്ടുണ്ട്. അയ്യോ ആരടാ വിളിച്ചത്? അയ്യോ ഞാൻ പെട്ടെന്ന് അത് ശ്രദ്ധിക്കണ്ട, അവൾ അങ്ങനെയാണ്. തലയ്ക്കൊരു പ്രശ്നമുള്ളതുകൊണ്ട് അത് വിട്, നമുക്കതൊന്നല്ല ഇപ്പോഴത്തെ വിഷയം.
അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഞങ്ങള് ജ്യൂസ് കണ്ടിട്ടുണ്ട്, കുറച്ച് ജ്യൂസും കൂടി കുടിച്ചിട്ട് അത് എങ്ങനെയുണ്ട് നോക്കല്ലേ. യെസ്, ട്രൈ ചെയ്ത് നോക്കാം. ലൊക്കേഷൻ അടിപൊളിയാണ്. അതിയെ കൂടെ സൗത്ത് റെവന്യൂ മെട്രോ സ്റ്റേഷനാണത്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഫുഡൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോ എവിടുന്നാണ് ഫിഷ് ഒക്കെ എടുക്കുന്നത്? ഫിഷ് എടുക്കുന്നത് ഞാൻ താമസിക്കുന്ന ചേർത്തല വയലാറാണ്. അപ്പൊ വയലാറ്, ചേർത്തല, പിന്നെ ചെല്ലാന ഹാർബർ, പിന്നെ എടുക്കുന്ന പള്ളിത്തോട്. ഈ ചെറിയ ഫിഷ് ചെറിയ കർഷകരൊക്കെ അവിടെ കൊണ്ടുവന്ന് രാവിലെ ലേലം ചെയ്യും. അപ്പൊ നമ്മൾ നോക്കി നല്ല ഫ്രഷ് ഫിഷ് നോക്കി ഡെയിലി നോക്കി വരുന്നതാണ്. അതെല്ലേ? അപ്പൊ ഡെയിലി പോയി എടുത്തിട്ട് ഞാൻ അവിടെ താമസിക്കുന്നുണ്ട്, എനിക്ക് അവിടെ നിന്ന് പിക്ക് ചെയ്ത് പോരാൻ പറ്റും. അവിടെ എല്ലാം നമ്മുടെ ഫ്രണ്ട്സും സുഹൃത്തുക്കളൊക്കെയാണ് അപ്പൊ ഒരു സംവിധാനം. പിന്നെ ഇത് ഒരു പാഷൻ കൂടിയാണ്, അപ്പൊ കൂടുതൽ ഇൻട്രസ്റ്റ് എടുക്കുന്നു. ഇപ്പോ തുടങ്ങിയിട്ട് എത്ര, ഒരു മാസം? ഇത് 1 month ആയിട്ടുള്ളൂ. പക്ഷെ പണ്ട് മുതലുള്ള ആഗ്രഹമാണ്. നമ്മൾ ശരിക്കും വീട്ടിൽ എങ്ങനെ ഫുഡ് കഴിക്കുന്നു അതേപോലെ തന്നെയാണ് ഇവിടെ സെർവ് ചെയ്യുന്നത്. അടിപൊളിയായിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. അല്ല, ഇവിടെ നമ്മൾ എല്ലാവർക്കും കൊടുക്കുന്ന നിർദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വീട്ടിൽ എങ്ങനെ ആൾക്കാർക്ക് വിളമ്പി കൊടുക്കുന്നു, നമ്മുടെ അതിഥികൾക്ക് എങ്ങനെ വിളമ്പുന്നു, അതേപോലെ നമ്മുടെ ഹോട്ടലിൽ വിളമ്പണം. നമുക്ക് പറ്റാത്തൊരു സാധനം ഇവിടെ സെർവ് ചെയ്യില്ല. അപ്പൊ മാക്സിമം ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അതെ, അടിപൊളിയായിട്ട് അത് നടക്കട്ടെ. ഓക്കെ, താങ്ക് യു. ഈ കട ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പനമ്പള്ളി നഗറില് സൗത്ത് ബ്രിഡ്ജ് അവന്യൂ റോഡിലാണ്. അപ്പോ ഈ വഴി ഇങ്ങനെ പോകുമ്പോ അറ്റത്ത് തന്നെയാണ് നമ്മുടെ റെസ്റ്റോറന്റ്. കാർ പാർക്കിംഗ് എല്ലാം ഉണ്ട് ഗൈസ്. അപ്പോ നമ്മുടെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. അതെ, ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു, വയറൊക്കെ നിറഞ്ഞു. നല്ല ഫുഡാണ്, അത് നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവില്ല ഞാൻ കഴിക്കണത്. അപ്പോ അതൊക്കെയാണ് പരിപാടി. അപ്പൊ ഈ വഴി ആരെങ്കിലും ഒക്കെ പോവുകയാണെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്തിട്ട് നമ്മുടെ ഈ ഹോട്ടലിൽ ഒന്ന് കയറണം. ഓക്കെ, ഞങ്ങള് ഇതിന്റെ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതാണ്. കോൺടാക്ട് നമ്പറും തരാം. എല്ലാവരും നോക്കിയിട്ട്. ഇഷ്ടംപോലെ മീനുണ്ട്. അത് നമുക്ക് ഓരോ ദിവസത്തെ മീൻ അവൈലബിലിറ്റി അവര് നോക്കിയിട്ട് അവര് ഡെയിലി ഫ്രഷ് ആയിട്ട് കൊണ്ടുവരുന്ന മീനുകളാണ്, നമ്മുടെ ബാബുട്ടൻ പറഞ്ഞ പോലെ തന്നെ. അതന്നെ. അപ്പോ ഇതുപോലത്തെ രസകരമായ വീഡിയോസ് നിങ്ങളുടെ ഇടയിലേക്ക് എത്തണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. അപ്പോ ബൈ.